കല്യാണമായുള്ള തിരക്കുകളെ. ചേട്ടാ, ആ 3 പന്തൽ പണിക്കാർ ജെട്ടിട്ടിട്ടില്ലേ? ശ്രദ്ധിച്ചില്ല, എനിക്ക് അതും കൂടെ നോക്കാനുള്ള ഒരു കെൽപ്പില്ലടേ. അത് നോക്കണം കേട്ടാ. ഞാൻ 3 ഇന്നർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇടാൻ പറയണം. ഇവിടെ ഗസ്റ്റ് ഒക്കെ വരുന്നതാണേ. ഈ മോൻ കെട്ടുന്ന പെണ്ണ് ഭാഗ്യടിയാ. ഇത്രയും കല്യാണത്തിന് ഇത്രയും മരിച്ചു നിക്കുന്നല്ല. കഴിഞ്ഞ 1 മാസമായിട്ട് ഓട്ടത്തിലാണ്. പിന്നെ 1 മാസം ആരേലും ഓടും? അല്ല, ഓടുന്നില്ല. പക്ഷെ ചന്ത നിലത്ത് വെച്ചിട്ട് ഒരു മാസവും. അത്രക്ക് കൊണ്ടാടി. തിരക്കാണ്, അതിന്റെ ആ ഒരു ഇത് പറഞ്ഞതാണ്. അത് വിട്. അതൊക്കെ പോട്ടെ, നിന്നെ കല്യാണത്തിന് വിളിച്ചു? എന്നെ വിളിച്ചിട്ടില്ല ഇതുവരെ. എന്നെ വിളിച്ചില്ല. പപ്പടം ഇലക്ക് മണ്ടേ നിക്കണം കേട്ടോ. സാധാരണ അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. നിനക്ക് എന്തിനാണ്? അല്ല, അങ്ങനെയല്ല, ഇലയെക്കാട്ടും വലുതായിരിക്കണം പപ്പടം. അങ്ങനെ പറ്റൂല, ഇല ചെറുതാക്ക്. പിന്നെ ചേട്ടാ, ഈ ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്കാർ വരുന്നോണ്ട് ഈ വിത്തൗട്ട് ബോളി കിട്ടുമോ? നിന്റെ അമ്മയുടെ അമ്മാരെ ചേട്ടാ, എന്റെ അമ്മ ബോളിയൊന്നും ഉണ്ടാക്കത്തില്ല. എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി വയ്യേട്ടാ. ശരി, ഒരു കല്യാണം നടത്തണമെങ്കിൽ ഇപ്പൊ ഈ ധൃതിയൊക്കെ കാണിക്കേണ്ട ആവശ്യമൊന്നും. ഇവന്റെ അച്ഛൻ എല്ലാം ചെയ്തു വെച്ചല്ലേ. ഇത് വെറും ഷോ. ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നതിന്റെ ആയിരിക്കും. നമ്മളിവിടെ കെട്ടി ഡിവോഴ്സ് പോയി. ഒരു കൊച്ചു ചെറുക്കനല്ലേ അവിടെ എറിഞ്ഞ്. കുറെ ഞറുക്കുട്ടികൾ വന്നിരുന്നു, ശല്യം തന്നെ. കല്യാണത്തിന് എല്ലാരും വിളിച്ചോ? എല്ലാരും ഒരുവിധ ആൾക്കാരൊക്കെ വിളിച്ചടാ. വിട്ടുപോയി കാണും. അതെ, നീ കല്യാണത്തിന് ഈ ധൃതിയിൽ ആരെങ്കിലും വിട്ടുപോയോ? ഇല്ലില്ല, ഞാൻ അങ്ങനെ ആരും വിട്ടൊന്നും പോയില്ല. അല്ല, ചില ആൾക്കാരുണ്ട് കല്യാണത്തിന് വിളിച്ചാലേ അവർ വരില്ല. അങ്ങനെയുള്ള ആരെങ്കിലും മറന്നുപോയോ? ഇല്ലില്ല, അങ്ങനെയുള്ള ആരെയും വിട്ടില്ല. അടുത്ത ചിലർക്ക് നീ കല്യാണം കൊടുക്കാതിരിക്കും. അതെ അതെ, നീ ചിലർക്കൊന്നും കൊടുത്തിട്ടില്ല. നിന്റെ അടുത്ത് തന്നെ അവർ നിപ്പോടും. നീ അവരെ കണ്ണോട് നോക്കിയാ കാണാം. ആ ലക്ഷ്മി അമ്മായി, ഞാൻ കല്യാണത്തിന് വിളിച്ചില്ലല്ലേ? മണ്ട, കൂട്ടുകാരെ ആരെങ്കിലും കല്യാണത്തിന് വിളിക്കുവോ? നമ്മൾ അറിഞ്ഞു ചെല്ലണം, അത് അങ്ങനെയാണ്. അല്ല, എന്നാലും വിളിക്കൂലേ ഫ്രണ്ട്സ് അങ്ങനെ ചുമ്മാ നീ ഇങ്ങനെ പാടാന്ന് പറയില്ല. ഇതാണ് ഇതേ ഉള്ളൂ. അല്ലടാ, ഇല്ല അങ്ങനെ പറയൂലേ.